കൊല്ലത്ത് എണ്ണ പര്യവേഷണം നടത്താൻ പോകുന്നു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി പറഞ്ഞതാ. അത് വെറുതെ തള്ളായിരുന്നു. അല്ല, സുരേഷ് ഗോപി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പറഞ്ഞത്. ഈ വർഷം, അതായത് 2025-26 വർഷം തന്നെ കൊല്ലത്ത് ഡ്രില്ലിംഗ് ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. കാരണം കൊല്ലം തീരത്ത് 40 കിലോമീറ്റർ അകലെ എണ്ണയുടെയും പ്രകൃതിവാതകത്തിൻ്റെയും വലിയ സാന്നിധ്യമുണ്ടെന്നാണ് പ്രാഥമികമായി കണ്ടെത്തിയത്. അതനുസരിച്ചുള്ള ഡ്രില്ലിംഗ് നടപടികൾ ആരംഭിക്കും എന്ന് പറഞ്ഞിട്ട് ഫെബ്രുവരി പറഞ്ഞു. പിന്നെ അതിൻ്റെ അനക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫെബ്രുവരിയിൽ ഇത് സുരേഷ് ഗോപി പാർലമെൻറ്റിലാണ് പറഞ്ഞത്. പാർലമെൻറ്റിൽ പറഞ്ഞതുപോലും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയില്ല. കാരണം മോദി സർക്കാരിൻ്റെ കാലത്ത് ഒരു എണ്ണ പരിവേഷണം നടത്തി കൊല്ലം തീരത്ത് എണ്ണയുണ്ടെന്ന് കണ്ടെത്തുന്നു. അത് ഡ്രില്ല് ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കുന്നു. അതിനുവേണ്ടി പെട്രോളിയം വകുപ്പിൻ്റെ സഹമന്ത്രി കൂടിയാണല്ലോ സുരേഷ് ഗോപി. അങ്ങനെ കേന്ദ്ര സർക്കാരിനും സുരേഷ് ഗോപിക്കും വലിയ മൈലേജ് കിട്ടുന്ന ഒരു പരിപാടിയൊന്നും കേരളത്തിൽ വലിയ വാർത്തയും ചർച്ചയും ഒന്നും ആവണ്ട എന്ന് തീരുമാനിച്ചു. കാരണം ഒന്ന് ആലോചിച്ച് നോക്കും, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ, ഇപ്പോൾ ബോംബെ ഹൈയിലാണ് പ്രകൃതിവാതകവും ഒക്കെ പരിമിതമായ രീതിയിൽ നമുക്ക് ഡ്രില്ലിംഗ് സൗകര്യങ്ങളുള്ളത്. നമ്മൾ ഡ്രഡ്ജ് ചെയ്യുന്നത് റിഗുകളൊക്കെ നമുക്കും ഇന്ത്യൻ കമ്പനികൾക്ക്, റിലയൻസിനൊക്കെ ഉണ്ട്. എന്നാൽ പോലും നമ്മൾ എണ്ണ പരിവേഷണ രംഗത്ത്, എണ്ണ ഉൽപ്പാദന രംഗത്ത് ഇന്ത്യ വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ നമ്മുടെ കേരള തീരത്ത് നിന്നും അത് കണ്ടെത്താൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ, കേരള കൊങ്കൺ തീരത്ത് വലിയ തോതിൽ ONGC സർവേ നടത്തിയിട്ട് ചില പ്രദേശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിലിപ്പോൾ ഈ കണ്ടെത്തിയ പ്രദേശത്തിന് 1028 സ്ക്വയർ കിലോമീറ്റർ 3D സെസ്മിക് സർവേ നടത്തിക്കഴിഞ്ഞു. സുരേഷ് ഗോപി അന്ന് ഫെബ്രുവരിയിൽ പറഞ്ഞതിന് ശേഷം നടത്തിക്കഴിഞ്ഞു എന്ന് മാത്രമല്ല, കൊച്ചിൻ തുറമുഖവും ഓയിൽ ഇന്ത്യ ലിമിറ്റഡും തമ്മിൽ ഒരു കരാർ ഒപ്പുവെച്ചു. ഒക്ടോബറിൽ, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സെപ്റ്റംബർ 23-ാം തീയതിയാണ്. ഒക്ടോബർ മാസത്തിൽ കൊല്ലത്ത് ഡ്രില്ലിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറഞ്ഞു, ഇവിടെ എണ്ണയുണ്ട് എന്ന് പ്രാഥമികമായി കണ്ടെത്തി. ഇനി അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വെല്ലുണ്ടാക്കണം. വെല്ലുണ്ടാക്കാൻ ഇപ്പോൾ പോകുന്നത് ഏതാണ്ട് 6000 മീറ്റർ ആഴത്തിലേക്കുള്ള വെല്ലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി റിഗ് ഉണ്ടാക്കും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ കൊച്ചിൻ തുറമുഖമായി, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റുമായിട്ട് കരാർ ഒപ്പുവെച്ചു. അവർ ലോജിസ്റ്റിക് സംവിധാനങ്ങൾ കൊച്ചിൻ പോർട്ട് കൊടുക്കും. ഡ്രില്ലിങ് അടുത്ത മാസം, ഇനിയിപ്പോൾ 6 ദിവസം കൂടെ കഴിഞ്ഞാൽ ഒക്ടോബറായി. അപ്പോൾ വരാൻ പോകുന്ന ഒക്ടോബർ മാസത്തിൽ കൊല്ലത്ത് ഡ്രില്ലിങ്ങിൻ്റെ പരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇതിനു വേണ്ടിയിട്ട് ആശ്രാമം മൈതാനത്ത് ഒരു ഹെലിപ്പാഡ് തയ്യാറാക്കാനുള്ള കാര്യങ്ങൾ നീക്കാൻ പോകുന്നു. അവിടെ ഒരു കൂറ്റൻ റിഗാണ് കൊല്ലം തുറമുഖത്ത് നിന്ന് 40 കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിൽ ഉണ്ടാക്കാൻ പോകുന്ന കടൽ. അവിടെ ബ്ലോക്ക് ഫോർഡ് ഡോൾഫിൻ കമ്പനിയാണ് ഇത് ചെയ്യുന്നത്. അവിടെ ആ റിഗിലും ഹെലിപ്പാഡുണ്ടാവും. 15 ദിവസമായിരിക്കും അവിടെ ജോലി ചെയ്യാൻ ആളുകൾ. 15 ദിവസം റിഗിൽ ജോലി ചെയ്യുക, 15 ദിവസം വീണ്ടും തിരിച്ചു വരിക. ഇതിനു വേണ്ടിയിട്ട് കൊല്ലത്ത് ആധുനിക സൗകര്യങ്ങളുള്ള ചില സംവിധാനങ്ങൾ, കൊല്ലം തുറമുഖത്ത് ആശുപത്രി സൗകര്യങ്ങൾ, ആംബുലൻസ് സൗകര്യം, ഹെലിപ്പാഡിനുള്ള സൗകര്യം, ഈ തൊഴിലാളികൾക്ക് വേണ്ടുന്ന താമസത്തിന് വേണ്ടി ഹോട്ടലുകൾ ഹയർ ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നീങ്ങാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, കേരളത്തെ സംബന്ധിച്ച് കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. കേരളത്തിന് സ്വന്തം എന്ന് പറയുന്ന തരത്തിൽ ഉയർത്തി കാണിക്കാൻ ഒന്നുമില്ല. ആകെ ഉള്ളത് നമ്മൾ പറയാം, മലയാളി വ്യവസായി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും യൂസഫ് അലിയുടെ പേര് പറയും. യൂസഫ് അലി വ്യവസായി അല്ല, യൂസഫ് അലി വ്യാപാരിയാണ്. വ്യവസായം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുന്നതാണ്. കേരളത്തിൻ്റെ സ്വന്തം ബ്രാൻഡ് എന്ന തരത്തിൽ ഉയർത്തിക്കാട്ടാൻ, ഒരു നാഷണൽ ലെവലിൽ ഉയർത്തിക്കാട്ടാൻ നമുക്കൊന്നുമില്ല. അപ്പോൾ കേരളം ഒരു ഉൽപ്പാദന രംഗത്ത്, വ്യാവസായിക ഉൽപ്പാദന രംഗത്ത് വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണെന്നുള്ള തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ വലിയ പ്രകൃതി വിഭവങ്ങളുണ്ട്. നമ്മൾ ഓർക്കുന്നില്ലേ, ഈ അമേരിക്കൻ മോഡൽ എന്ന് പറഞ്ഞ് SRCP ഒരു സമരം നടത്തി. അതായത് നാട്ടുരാജ്യങ്ങളിൽ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കണമെന്നുള്ള തീരുമാനം വന്നപ്പോൾ തിരുവിതാംകൂർ പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ ലയിക്കുന്നില്ല. SRCP പറഞ്ഞു, ഞാൻ അമേരിക്കൻ മോഡലിന് വേണ്ടി നിൽക്കുകയാണ്, തിരുവിതാംകൂർ സ്വതന്ത്രമായി നിൽക്കും എന്ന് പറയുന്നതിന് 2 3 കാരണങ്ങൾ ഉണ്ടെന്നാണ് മാഡീസ് റിബ്ലിംഗിൽ പോലെയുള്ള ഇതിലൊക്കെ ചില ആർട്ടിക്കിൾസൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് ഒന്ന്, ശ്രീപത്മനാഭൻ്റെ അളവറ്റ നിധിയെക്കുറിച്ച് ആത്മവിശ്വാസം SRCPക്ക് അറിയാമായിരുന്നു. രണ്ടാമത്തത്, ആലപ്പുഴ കൊല്ലം തീരത്ത് അനന്ത സാധ്യതകളുള്ള ധാതുമണലിൻ്റെ, കരിമണലിൻ്റെ വലിയ ശേഖരമുണ്ട്. മൂന്നാമത്തത്, കേരള തീരത്ത് എണ്ണയുടെ സാധ്യതയുണ്ടെന്ന് അന്നേ SRCPക്ക് അറിയാമായിരുന്നു. SRCPക്ക് അന്നേ അറിയാമോ എന്ന് ചോദിച്ചാൽ, SRCPയുടെ ഒരു ക്രാന്തദർശിത്വം നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ കേരള സർവകലാശാലകളിൽ പാർട്ടി ഓഫീസിൽ വെള്ളം കോരാനും വിറക് വെട്ടാനും നടക്കുന്നവരന്മാരെയൊക്കെ വൈസ് ചാൻസലർമാരാക്കുന്ന കാലമാണ്. പക്ഷേ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് വരണമെന്ന് ആവശ്യപ്പെട്ട് SRCP കത്തയച്ച ആർക്കതറിയോ? ആൽബർട്ട് ഐൻസ്റ്റീനാണ്. അത്രമാത്രം ധിഷണയുള്ള ക്രാന്തദർശിയായ ഒരു ഭരണാധികാരിയായിരുന്നു SRCP. ആ SRCP അന്നേ തീരുമാനിച്ചു, കേരളം ഒരു പരമാധികാര രാജ്യമായി കേരളത്തിൽ നിൽക്കാനുള്ള
സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഈ 3 സമ്പത്തുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്താൽ അത് ഉപയോഗിച്ചാൽ കേരളത്തിന് സ്വതന്ത്രമായി നിൽക്കാമെന്നുള്ള ഒരു കാഴ്ചപ്പാട് അന്ന് CP ഉണ്ടായിരുന്നു. നമ്മൾ അതിനോട് യോജിക്കുകയല്ല, പക്ഷേ CPയുടെ അന്നത്തെ കാഴ്ചപ്പാടാണ്. അപ്പോൾ ഈ കരിമണലിൻ്റെ കാര്യത്തിൽ നമ്മൾ ആലോചിക്കണം. കാരണം തോറിയം എന്ന് പറയുന്നത് നാളത്തെ മൂലകം എന്നറിയപ്പെടുന്നത് കേരള തീരത്തുള്ള ക്യൂ ബാൻഡ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ക്യൂ മീൻസ് കൊല്ലം ബ്രാൻഡ് എന്നറിയപ്പെടുന്ന കരിമണലാണ് ലോകത്തിലെ ഏറ്റവും മികച്ച കരിമണലായിട്ട് വിലയിരുത്തപ്പെടുന്നത്. കാരണം തോറിയം റിച്ചാണ്. പണ്ട് ഇതിനകത്ത് ഈ കരിമണലിൻ്റെ സാധ്യതകൾ അറിഞ്ഞ് ജർമ്മൻകാരാണ്. കാരണം ഇവിടെ നിന്ന് ജർമ്മനിയിലേക്ക് കയറ് കയറ്റിക്കൊണ്ട് പോകുമായിരുന്നു. കയറ് കയറ്റുമ്പോൾ ഈ കയർ തൊഴിലാളികൾ എന്തെന്നറിയോ, കയറിന് ഭാരം കൂടാൻ വേണ്ടി മണ്ണിലിട്ട് നുരുട്ടും. അപ്പോൾ ഇച്ചിരി വെയിറ്റ് കൂടും അല്ലേ? വെയിറ്റ് കൂടും. ഇതവിടെ ജർമ്മനി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ നോക്കിയപ്പോൾ ഒരു മണ്ണുണ്ട്, അതിന് നല്ല വെയിറ്റ്. ഈ സാധനം അവർ പരിശോധിച്ചപ്പോൾ അതിന് റേഡിയോ ആക്ടിവിറ്റിയുള്ള മോണോസൈറ്റ്, തോറിയം അടക്കമുള്ള ലോഹങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തി. ജർമ്മനി അന്ന് അമേരിക്കയ്ക്ക് മുമ്പ് അണുബോംബ് ഉണ്ടാക്കണം എന്നുള്ള ആലോചനയുമായിട്ട് പോയിരുന്ന കാലമാണ്. ജർമ്മനി അപ്പോൾ എന്ത് ചെയ്തു? ജർമ്മനി തീരുമാനിച്ചോളാം, ഈ തോറിയം എന്ന് പറയുന്ന സാധനം റേഡിയോ ആക്ടിവിറ്റി ഉണ്ട്, ഇത് ഉപയോഗിച്ച് ചിലപ്പോൾ ഒരു പക്ഷേ ആണവ ബോംബുകൾ ഉണ്ടാക്കാം എന്ന് മനസ്സിലാക്കി ജർമ്മനി അന്ന് കേരള തീരത്ത് നിന്ന് കരിമണൽ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ തോറിയം ഡിവൈഡ് ചെയ്ത് അതിൽ നിന്ന് ഒരു എനർജി ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ടെക്നോളജി ഇന്നും ലോകത്ത് പൂർണ്ണമായി വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ ഈ കൊല്ലം തീരത്തുള്ള ഇപ്പോൾ KMML എന്ന് പറയുന്ന സർക്കാർ കമ്പനി, ഇന്ത്യൻ റയർ എർത്ത്സ് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമൊക്കെ വെള്ളനാതുരത്ത് അടക്കമുള്ള ആ മേഖലയിൽ നിന്ന്, ആറാട്ടുപുഴ വെള്ളനാതുരത്ത് മേഖലയിൽ നിന്ന് കരിമണൽ എടുക്കുന്നുണ്ട്. അതിൽ നിന്ന് ടൈറ്റാനിയം കമ്പനിയൊക്കെ പ്രവർത്തിക്കുന്ന അതിൽ നിന്നാണ്. അതിൽ നിന്ന് ഇത് വേർതിരിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളുണ്ടല്ലോ, തോറിയം ഉൾപ്പെടെയുള്ളത്, ഇതെല്ലാം കേന്ദ്ര സർക്കാരിന് കൊടുക്കണമെന്നാണ് പറയുന്നത്. ആ മേഖലയിൽ നിന്നാണ് നേരത്തെ വൈകുണ്ഠരാജൻ്റെ VV മിനറൽസ് എന്ന് പറഞ്ഞ തൂത്തുക്കുടി കമ്പനി വലിയ തോതിൽ കേരളത്തിൽ നിന്ന് കരിമണൽ കള്ളക്കടത്ത് കൊണ്ടുപോയി. യഥാർത്ഥത്തിൽ കരിമണൽ കള്ളക്കടത്ത് നടത്തിയ ആള് വൈകുണ്ഠരാജനാണ്. പക്ഷേ വേറെ ചിലർക്കാണ് ഇവിടെ കരിമണൽ കള്ളക്കടത്തുകാരൻ എന്ന് പേര് വിടുന്നത്. കരിമണൽ കള്ളക്കടത്ത് കാരണം ഇവിടെ കേരളത്തിലുള്ള കമ്പനികൾക്ക് IRAക്ക്, ഇന്ത്യൻ റയർ എർത്ത്സ്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് KMML ചവറ, ഈ 2 കമ്പനികൾക്ക് മാത്രമേ മിനറൽ സെപ്പറേഷൻ പ്ലാന്റ് ഉള്ളൂ. അതായത് ഈ കരിമണലിൽ നിന്ന് ധാതുക്കൾ വേർതിരിച്ചെടുക്കാനുള്ള പ്ലാന്റ് ഈ 2 കമ്പനികൾക്കേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ വിവാദം ഉണ്ടാക്കി പറയുന്ന കൊച്ചിയിലെ ആലുവയിലെ CMR ഉണ്ടോ, കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡ്, ഈ കമ്പനിക്ക് മിനറൽ സെപ്പറേഷൻ പ്ലാന്റ് ഇല്ല. അതായത് ആറാട്ടുപുഴയിലും കൊല്ലത്തുമുള്ള കരിമണൽ ഈ കമ്പനിക്ക് കിട്ടിയാൽ അവർക്ക് നായയ്ക്ക് പുതിയ തേങ്ങ കിട്ടുന്ന പോലെയാണ്. കാരണം മിനറൽ വേർതിരിച്ചെടുക്കാനുള്ള ഫെസിലിറ്റി ഇല്ല അവർക്ക്. മറിച്ച് ഗൗരിയമ്മയാണ് ഈ CMRL എന്ന കമ്പനിയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നത്. അന്ന് ഗൗരിയമ്മ വ്യവസായ മന്ത്രിയായിരിക്കുമ്പോൾ ഒരു ധാരണയുണ്ടായിരുന്നു, ഈ കമ്പനിക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഇൽമനൈറ്റ്, അതായത് ഈ കേരള തീരത്തെ കരിമണലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഇൽമനൈറ്റ് മുട്ടുകൂടാതെ, മുടക്കം വരാതെ കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് CMRL എന്ന് പറഞ്ഞ കമ്പനി ഇവിടെ കൊണ്ടുവന്നത്. ഇതൊക്കെ ചരിത്രമാണ്. പക്ഷേ അതിനുശേഷം എന്ത് ചെയ്തറിയോ, അതിനുശേഷം ഇന്ത്യൻ റയർ എർത്ത്സും KMMLും ഇവർക്ക് ഇൽമനൈറ്റ് കൊടുക്കാതെ വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു? അവിടെയാണ് ചോദ്യം. കൊടുക്കാതെ വന്നപ്പോൾ ഇവർ കരിമണൽ കട്ടെടുത്തു എന്നാണ് ഒരു നാരേറ്റീവ് ഉണ്ടായത്. പക്ഷെ അവർക്ക് കട്ടെടുത്താൽ ഇത് സെപ്പറേറ്റ് ചെയ്യാനുള്ള പ്ലാന്റ് ഇല്ല, അപ്പോൾ മണ്ണ് കിട്ടിയിട്ട് കാര്യമില്ല. ഇതുകൊണ്ട് ഇവർ ആഫ്രിക്ക ഉൾപ്പെടെ, ശ്രീലങ്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഈ ഇൽമനൈറ്റ് ഇറക്കുമതി ചെയ്തിട്ടാണ് CMRL കമ്പനി പ്രവർത്തിച്ചത്. അപ്പോൾ ഈ ഗ്യാപ്പിൽ എന്തുകൊണ്ടാണ് KMMLും IRAലും, നമ്മൾ വിഷയത്തിൽ നിന്ന് ഒത്തിരി ഡീവിയേറ്റ് ചെയ്തു പോവാണ്, ഈ ഇൽമനൈറ്റ് കൊടുക്കാതിരുന്നത് എന്ന് ചോദിച്ചാൽ അവർക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല. കാരണം ചരിത്രം പരിശോധിച്ചാൽ IRAയും KMMLും 365 ദിവസവും പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ ഓർക്കുന്നത് ഈ കോവിഡിന് മുമ്പുള്ള കാലത്ത് KMML എന്നുള്ള കമ്പനി ഏതാണ്ട് പ്രവർത്തിച്ചിട്ടുള്ള 70 ദിവസം ഒരു വർഷത്തിൽ. ബാക്കി ദിവസങ്ങളിൽ ഒന്നെങ്കിൽ പ്രാദേശിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സമരമൊക്കെയാണ്. 70 ദിവസം പ്രവർത്തിച്ചിട്ടും അവർക്ക് 100 കോടി രൂപ ലാഭം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കമ്പനി പ്രവർത്തിക്കാതിരിക്കുക, 2 IRAയും KMMLും പ്രവർത്തിക്കാതിരിക്കുക. അപ്പോൾ എന്ത് പറ്റും? ഞാൻ അവിടെ പോയിട്ടുണ്ട്, എല്ലാ വീടിൻ്റെയും മുറ്റത്ത് ചാക്കുകളിൽ കരിമണൽ വാരി വെക്കും, സിമൻറ്റ് ചാക്കുകളിൽ. എന്നിട്ട് വൈകുന്നേരങ്ങളാകുമ്പോഴത്തേക്ക് ലോറി വന്ന് ഇത് കൊണ്ടുപോകും. ഇത് നേരെ തമിഴ്നാട്ടിൽ കൊണ്ടുപോകും. തമിഴ്നാട്ടിൽ VV മിനറൽസിൽ പോയിട്ട് വൈകുണ്ഠരാജൻ്റെ കമ്പനി ഇത് എക്സ്ട്രാക്ട് ചെയ്യും, എന്നിട്ട് വിദേശത്തേക്ക് കയറ്റി അയക്കും. അങ്ങനെ കയറ്റി അയക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്ന വ്യവസ്ഥ പ്രകാരം അതിനകത്തെ ആണവ ഘടകങ്ങളുണ്ടല്ലോ, ഇത് ആറ്റോമിക് ഏജൻസിക്ക് കൈമാറണം, ആറ്റോമിക് മന്ത്രാലയത്തിന് കൈമാറണമെന്നുള്ള വ്യവസ്ഥ പാലിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും കരിമണൽ കള്ളക്കടത്ത് നടത്തിയത് തമിഴ്നാട് കമ്പനിയാണ്. എന്നിട്ട് ഇതിനുള്ള സംവിധാനം ഇല്ലാത്ത ആളുകളെ കള്ളൻ എന്ന് വിളിച്ചിട്ട് അതിൻ്റെ മറവിൽ കടത്തിക്കൊണ്ടുപോയിരുന്നു. അതവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ കരിമണൽ മേഖല എന്ന് പറയുന്നത് കേരളത്തെ ഗൾഫാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. നമ്മുടെ ഒരു സർക്കാരും
പിണറായി വിജയൻ സർക്കാർ മാത്രമാണ് ഈ അല്പമെങ്കിലും ധീരതയോടെ കരിമണൽ ഖനനത്തിന് വേണ്ടിയുള്ള നിലപാടെടുത്തത്. ബാക്കിയുള്ളവർ ഉടനെ കരയിടിഞ്ഞു പോവും, കടൽ കയറി വരും എന്നൊക്കെ വ്യാജം പറഞ്ഞ് ഈ ചൈനയുണ്ടല്ലോ, ചൈനീസ് വൻമതിൽ മനുഷ്യനുണ്ടാക്കിയ ഏറ്റവും വലിയ എടുപ്പുകളിലൊന്നാണ്. ചന്ദ്രനിൽ നിന്ന് ചൈനീസ് വൻമതിൽ കാണാമെന്ന് പറയുന്ന കള്ളത്തരമാണ്. എന്നാൽ പോലും ചൈനക്കാർ എന്ത് ചെയ്യുന്നറിയോ, ഈ വൻമതിൽ പോകുന്ന ഭാഗത്ത് ചിലയിടത്ത് വലിയ ധാതുക്കളുണ്ടെന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, വൻമതിലിൽ അത്രയും ഭാഗം കൊണ്ട് പൊളിച്ചു, എന്നിട്ട് അവിടെ മൈനിങ് നടത്തി. ആ സാധനം മുഴുവൻ എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി അവിടെ കെട്ടിവെച്ചു. കാരണം പ്രകൃതിയിലെ വിഭവങ്ങൾ മനുഷ്യന് ഉപയോഗിക്കാനുള്ളതാണ്. ഇപ്പോൾ ആറാട്ടുപുഴ മേഖല, അല്ലെങ്കിൽ ആലപ്പാട് മേഖല, അതല്ലെങ്കിൽ വെള്ളനാതുരുത്ത് മേഖലയിലൊക്കെ ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ച് നമുക്ക് രാജ്യത്തെ വികസനത്തിലേക്ക് നയിപ്പിക്കാൻ നൂറുകണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന ഒരു സംരംഭം ഉപയോഗിക്കുകയാണ് വേണ്ടത്. അതെ. പക്ഷേ അതിന് പകരം ചെയ്യുന്ന ഖനനമേ പാടില്ല എന്ന് പറയുമ്പോൾ അറിയോ, നമ്മുടെ തീരത്തുള്ള ഈ കരിമണൽ നേരെ നമ്മളെടുക്കുന്നില്ല, അടുത്ത കടലെടുത്ത് നേരെ ശ്രീലങ്കയെ കൊണ്ടുപോകും. ശ്രീലങ്കയിൽ നിന്ന് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കും. എങ്ങനെയുണ്ട്? അപ്പം നമുക്ക് പ്രകൃതി വിഭവങ്ങൾ ന്യായമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയണം. അത്തരം ഒരു അവസ്ഥയാണ് ഇപ്പോൾ കൊല്ലത്ത് വരുന്നത്. കൊല്ലത്ത് നിന്ന് ഈ മൈനിങ് നടത്തി റിഗുകൾ ഉണ്ടാക്കി അടുത്ത മാസം ഡ്രിൽ ചെയ്യാൻ പോവാണ്. കൊല്ലത്തെ 3 ബ്ലോക്കുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. KKOSHP 2018/1, സെയിം 2022/1, KKDWHP 2022/1 എന്ന് പറയുന്നത്. അതായത് ഈ അവസാനം ഞാൻ പറഞ്ഞത് ഡീപ്പ് വാട്ടർ ഓഫ് ഷോർ ബ്ലോക്കാണ്. ബാക്കിയുള്ളത് ഷാലോ ഓഫ് ഷോറാണ് രണ്ടാമത്തെ. ആദ്യത്തത് KKOSHP 2018/1 എന്ന് പറയുന്ന ബ്ലോക്കിലാണ് ഇപ്പോൾ വെല്ലുണ്ടാക്കാൻ പോകുന്നത്, കിണർ കുടിക്കാൻ പോകുന്നത്. കിണർ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കപ്പിയിട്ട് കൊടുക്കുന്ന കിണറല്ല, പൈപ്പുകൾ 6000 മീറ്റർ വരെ താഴത്തേക്ക് ഇറക്കി എണ്ണ ഉള്ളിടത്തേക്ക് വരെ എത്തിയിട്ട് എണ്ണ വലിച്ചെടുക്കാനുള്ള സംവിധാനമാണ് ചെയ്യുന്നത്. ഏതായാലും നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഈ കരിമണൽ പോലെ തന്നെ കേരളത്തിന് വലിയ സാമ്പത്തികമായ മെച്ചം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ 6000 മീറ്റർ കുഴിച്ചു ചെല്ലുമ്പോൾ നല്ല രീതിയിൽ എണ്ണയുടെയും വാതക ഇന്ധനത്തിൻ്റെയും സാന്നിധ്യം കണ്ടെത്തിയാൽ കൊല്ലത്തിൻ്റെ അല്ല കേരളത്തിൻ്റെ മുഖച്ഛായ മാറാൻ പോവുക. കൊല്ലം തുറമുഖം വികസിക്കും, കൊല്ലത്തേക്ക് വലിയ ലോജിസ്റ്റിക് സംവിധാനങ്ങൾ വരും, കൊല്ലം അക്ഷരാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു സൗദി അറേബ്യ പോലെയോ ഒക്കെ ആയിട്ട് മാറാൻ പോവുകയാണ്. കേരളം ആകെ മാറാൻ പോവുകയാണ്. കേരളത്തിൽ നമുക്ക് വലിയ തോതിൽ എണ്ണയുടെയും ഈ അമൂല്യമായ ധാതുമണലിൻ്റെയും ശേഖരമുണ്ട്. ഇത് രണ്ടും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അമേരിക്കയുടെ H1B വിസ ഇല്ലെങ്കിലും മലയാളിക്ക് സുഖമായിട്ട് ഇവിടെ കഴിയാം. പക്ഷേ അതിന് പറ്റുന്ന രാഷ്ട്രീയ തീരുമാനമാണ് ഉണ്ടാവേണ്ടത്. അതുണ്ടാവുന്നില്ല. ഇപ്പോൾ ഏതായാലും അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൽ നിർഭാഗ്യകരമായ. എല്ലാത്തിനും പരിസ്ഥിതി ആയിരിക്കും. ആ പരിസ്ഥിതി ഭീകരവാദം എന്നൊരു സാധനമുണ്ട്. ഒരു പുതിയ അണക്കെട്ടുണ്ടാക്കാൻ വന്നാൽ, ഒരു ആണവ നിലയം ഉണ്ടാക്കാൻ വന്നാൽ, കൂടംകുളത്ത് നമ്മൾ കണ്ട അല്ലേ, അങ്ങനെ വലിയ തോതിൽ ഇത് മറ്റു താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഏജൻസികൾ ആളുകളെ കുത്തിയിളക്കി ഉണ്ടാക്കുന്ന പ്രക്ഷോഭങ്ങൾ കൊല്ലത്തുണ്ടാവാതിരിക്കട്ടെ. കൊല്ലത്തു നിന്ന് എണ്ണ കണ്ടെത്താൻ കഴിയട്ടെ. കൊല്ലവും കേരളവും വികസിക്കട്ടെ. ഇതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിച്ച സുരേഷ് ഗോപിക്ക് ഒരു സല്യൂട്ടും കൊടുത്ത് കേരളത്തിൻ്റെ മോഹന ഭാവിയിലേക്കുള്ള തുടക്കമായി അടുത്ത മാസം കൊല്ലം തീരത്ത് ആരംഭിക്കുന്ന ഡ്രില്ലിംഗ് മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് കൊല്ലത്ത് മാത്രമല്ല, ഈ ആന്ധ്രയിലെ അമലാപുരം റീജിയനിലും എണ്ണ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെയും ഡ്രില്ലിംഗ് ആരംഭിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ എണ്ണ ഇന്ത്യൻ ക്രൂഡിൻ്റെ 85% ഇറക്കുമതിയാണ്. 15% മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിലൊരു 5% കൂടി കേരളത്തിൽ നിന്ന്, കൊല്ലത്ത് നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഭാവി മാറും. ഒരു കാരണഭൂതവും വേണ്ട. കേരളം ഈ പറയുന്ന കേന്ദ്ര സർക്കാർ ഈ പറയുന്ന പോലെ ഇപ്പോൾ 1287 കോടി രൂപയ്ക്ക് UK കമ്പനിയായ ഡോൾഫിൻ ഡ്രില്ലിങ്ങിനാണ് ഈ കരാർ കൊടുത്തിരിക്കുന്നത്. അവരത് ആര്യ ഓഫ് ഷോർ എന്ന് പറയുന്നൊരു കമ്പനിക്ക് ഉപകരാർ കൊടുത്തു. ഇപ്പോൾ അടുത്ത മാസം ഡ്രില്ലിംഗ് ആരംഭിക്കാൻ പോകുന്നത് ആര്യ ഓഫ് ഷോർ എന്ന് പറയുന്ന കമ്പനിയാണ് ഡ്രില്ലിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ മുഴുവൻ മലയാളികളും കേരളത്തിൻ്റെ ഭാവി ആകെ മാറ്റിമറിക്കുന്ന ഒരു സംരംഭം അടുത്ത മാസം ആരംഭിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.